അല്ല, ജയിച്ച പാർട്ടിക്ക് തോറ്റ പാർട്ടിയെ കളിയാക്കാനും പരിഹസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനങ്ങനെ പരിഹസിക്കാനോ പുച്ഛിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ തുല്യ ശക്തികൾ തമ്മിലുള്ളൊരു മത്സരമല്ല ബീഹാറിൽ നടന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ, വളരെ തെറ്റായ ഒരു ചിത്രമാണ് ഈ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല, അത് അല്ല എന്ന കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാനത് പല വേദികളിലും പറഞ്ഞതാണ്. ഏഷ്യാനെറ്റിൽ തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കൂ, എത്ര വലിയ വ്യത്യാസത്തിലാണ് NDA ജയിച്ചത്. അവർ എത്ര സീറ്റുകൾ കൂടുതൽ കിട്ടിയെന്ന് മാത്രമല്ല, എത്ര വലിയ ഭൂരിപക്ഷത്തിലാണ് ഓരോ സ്ഥാനാർത്ഥിയും ജയിച്ചത്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്, വേറെ ട്രെൻഡാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആ ട്രെൻഡ് അവർ ഇതുവരെ നിലനിർത്തി. ഇത് എളുപ്പത്തിൽ നേടിയ ഒരു വിജയമല്ല. വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണവും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കവും അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ പെട്ടെന്ന് നടന്നു, സീറ്റ് വിഭജനം പെട്ടെന്ന് നടന്നു, തമ്മിൽ മത്സരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കെട്ടുറപ്പോടുകൂടിയാണ് അവർ ജനങ്ങളെ അഭിമുഖീകരിച്ചത്. മറുഭാഗത്ത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതിനേക്കാൾ പ്രധാനം ആസൂത്രണത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കൊടുത്തു നോക്കുക. കഴിഞ്ഞ കൊല്ലമാണ് കൊടുത്തത്. കഴിഞ്ഞ കൊല്ലം അത് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഈ സാധനമുണ്ട്. എന്താ വെച്ചാൽ കർപ്പൂരി ഠാക്കൂർ എന്ന് പറയുന്നത് അവിടെ ഈ OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു വലിയ ആരാധനാ പുരുഷനാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്ന വഴി അദ്ദേഹം എല്ലാവരും മറന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളെ പെട്ടെന്ന് വീണ്ടെടുത്ത് ഇതാ ഭാരതരത്നം എന്ന് പറയുമ്പോൾ അത് ഈ OBC കമ്മ്യൂണിറ്റിയുടെ അകത്തുണ്ടാക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ള ചലനം ചെറുതല്ല. അതുപോലെ ഓരോ കാര്യത്തിലും ഉണ്ട്. ബീഹാറിന്റെ സ്പെഷ്യൽ പാക്കേജ് കൊടുത്ത ഓർമ്മയില്ലേ? നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ ഏതാണ്ട് KM മാണിയുടെ ബഡ്ജറ്റ് പോലെ ഉണ്ട്. 2 ജില്ലകൾക്ക് മാത്രമായിട്ട് പൈസ മാറ്റിവെക്കുന്ന പോലെ ഇത് 2 സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അത് ഒന്ന് ആന്ധ്രയായിരുന്നു, മറ്റത് ബീഹാറായിരുന്നു. അതിന്റെ കാരണം നമുക്കറിയാം. ഞാനിപ്പോൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ആദ്യം മുതൽക്കേ വലിയ ശ്രദ്ധ ഉണ്ടായിരുന്നു, വലിയ ആസൂത്രണം ഉണ്ടായിരുന്നു, മുന്നൊരുക്കം ഉണ്ടായിരുന്നു. പിന്നെ നിതീഷ് കുമാർ എന്ന് പറഞ്ഞ നേതാവ്, അദ്ദേഹത്തിന് ആ സംസ്ഥാനത്തുള്ള ഒരു സ്വീകാര്യത, അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനോടൊപ്പം നരേന്ദ്രമോദി ഒരു അഖിലേന്ത്യാ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിനുള്ള ആ ഒരു സ്വീകാര്യത, അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അതിലെ ഡബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചു. ഇതുമല്ല, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബീഹാർ രാഷ്ട്രീയം വെച്ചാൽ പരിപൂർണ്ണമായിട്ട് ജാതി രാഷ്ട്രീയമാണ്. 100-101% ജാതിയാണ്. അവിടെ ഈ രാഷ്ട്രീയ ജനതാദൾ എന്ന് പറഞ്ഞ RJDക്ക് സത്യത്തിൽ യാദവന്മാരുടെയും മുസ്ലിങ്ങളുടെയും മാത്രം പിന്തുണയുള്ളൂ. മറ്റെല്ലാ സമുദായങ്ങളെയും ഒരു ചരടിൽ ഇറക്കി കോർത്ത് ആ ഒരു മഹാഗഡ്ബന്ധൻ, ശരിക്കുള്ള മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കിയത് NDA ആണ്. അതിൽ മുന്നോക്ക സമുദായക്കാരെ പ്രതികരിക്കുന്ന BJP ഉണ്ടായിരുന്നു. യാദവേതര OBCകളെ കൂട്ടിച്ചേർക്കുന്ന അവരുടെ പാർട്ടിയായ നിതീഷ് കുമാറിന്റെ പാർട്ടി ഉണ്ടായിരുന്നു. പട്ടികജാതിക്കാരെ പ്രതികരിക്കുന്ന പാസ്വാന്റെ പാർട്ടി ഉണ്ടായിരുന്നു. മഹാദളിതരെ പ്രതികരിക്കുന്ന നമ്മുടെ മാഞ്ചിയുടെ പാർട്ടി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ചു. അങ്ങനെ നോക്കുമ്പോൾ സാമുദായികമായിട്ടും രാഷ്ട്രീയമായിട്ടും തുല്യർ തമ്മിലുള്ള മത്സരമല്ല നടന്നു, അതുല്യർ തമ്മിലുള്ള മത്സരമാണ്. സ്വാഭാവികമായിട്ടും NDAക്ക് മേൽക്കൈ കിട്ടി. പിന്നെ പണവും RSSന്റെ സംഘടനാ സംവിധാനവും വേറെ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് എ ഹൗസ് ഡിവൈഡഡ് അഗൈൻസ്റ്റ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞ പോലെ മുന്നണി ആയിട്ട് നിന്ന് പരസ്പരം തമ്മിൽ തെല്ലുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ തേജസ്വി യാദവിനെ പോലെ ഒരാളെ വെച്ചിട്ടൊന്നും ഒരു കാരണവശാലും നിതീഷ് കുമാറിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന് വിശ്വാസ്യതയുണ്ട്, ഇദ്ദേഹത്തിന് വിശ്വാസ്യതയില്ല. അഴിമതിയില്ലാത്ത ഭരണം വേറെ ആര് വാഗ്ദാനം ചെയ്താലും ജനങ്ങൾ വിശ്വസിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അഴിമതി കേസിൽ പ്രതിയായിട്ട് ഇപ്പോഴും കമ്പി പിടിച്ച് നിൽക്കുന്ന ലാലു പ്രസാദിന്റെ ഭാഗം വന്നിട്ട് ഞാൻ അഴിമതിയില്ലാത്ത ഭരണം നടത്താമെന്ന് പറഞ്ഞാൽ ആളുകൾ പുച്ഛിക്കില്ലേ? തീർച്ചയായിട്ടും പുച്ഛിക്കും, പരിഹസിക്കും. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ തുല്യ ശക്തികൾ തമ്മിലൊരു മത്സരമായിരുന്നില്ല. രാഷ്ട്രീയമായിട്ട് വലിയ മേൽക്കൈ NDAക്ക് ഉണ്ടായിരുന്നു. സംഘടനാ സംവിധാനം അവരായിരുന്നു നല്ലത്. പിന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ജാതിയും ഉപജാതിയും നോക്കിയിട്ടാണ് ഓരോ സീറ്റിലും. അതിപ്പോഴല്ല, കാലാകാലങ്ങളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അമിത്ഷായുടെ ഒരു സാധാരണ രീതിയാണ്. അപ്പോൾ അത് വളരെ ഫലപ്രദമായി. പിന്നെ ഒരിക്കൽ ട്രെൻഡായി കഴിഞ്ഞാൽ വലിയ ലാൻഡ് സ്ലൈഡ് എന്നല്ല, രാഷ്ട്രീയ സുനാമി ഉണ്ടാകും. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മളുണ്ടല്ലോ, AK ആന്റണി പോലെ വളരെ ദുർബലനായ ഒരു നേതാവ് നയിച്ചിട്ടും UDF ഒരു എന്താ പറയുക, ചീട്ടുകൊട്ടാരം പോലെ ആടി ഉലഞ്ഞ് നിന്നിട്ടും കൂടുതൽ സംഘടനാ ശക്തിയും കൂടുതൽ സ്വാധീനവും ഉണ്ടായിട്ട് എല്ലാ ഇടതുമുന്നണിയെ തോപ്പിച്ച് 2001 എങ്ങനെയാണ് വന്നത്? 99 സീറ്റ് എങ്ങനെ ജയിച്ചത്? അത് ജയിച്ചത് ആന്റണിയുടെ മേന്മ കൊണ്ടല്ല, ജനങ്ങൾക്ക് അത്രയും വെറുത്തു ഇടതുമുന്നണി എന്നുള്ളതുകൊണ്ടാണ്. നെഗറ്റീവ് വോട്ടിംഗ്. അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. VS അച്യുതാനന്ദൻ നയിച്ച ഒരു വലിയ വരവ് ഓർക്കില്ലേ 2006 അവിടെ സംഭവിച്ചതാണ്. ഉമ്മൻചാണ്ടിയുള്ള നെഗറ്റീവ് വോട്ടായിരുന്നു, പിന്നെ അച്യുതാനന്ദന്റെ പോസിറ്റീവ് വോട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ നേതാവിന്റെ നേതൃത്വത്തിൽ ശക്തമായ മുന്നണി അതിഭയങ്കരമായി മത്സരിക്കും. പക്ഷെ അപ്പോഴും മത്സരം ഏറെക്കുറെ തുല്യന്മാർ തമ്മിലായിരുന്നു. ഒരു പാർട്ടിക്ക് ട്രെൻഡ് ആയതുകൊണ്ട് വലിയ മേൽക്കൈ കിട്ടിയതുള്ളൂ. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തുല്യന്മാർ തമ്മിലുള്ള മത്സരമേ ആയിരുന്നില്ല. സത്യത്തിൽ ഈ ഇന്ത്യ മുന്നണി ചിത്രത്തിലുണ്ടായിരുന്നില്ല. അവർ പോസ്റ്ററിലും അല്ലെങ്കിൽ ഭിത്തിയിലും മാത്രം ഉണ്ടായിരുന്നു. അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും
ജനങ്ങളിൽ നിന്ന് ആ രീതിയിലുള്ള സ്വീകാര്യത നേടിയെടുക്കാൻ പറ്റുമോ, ജനവിശ്വാസം ആർജിക്കാൻ കഴിവുള്ളവരായിരുന്നില്ല. അതിലുപരി ഒരു കാര്യം കൂടി പറഞ്ഞാലേ ഇത് പൂർണ്ണമാവുള്ളൂ. അത് ഇവരുടെ ഈ മുദ്രാവാക്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നത് കേൾക്കുന്നവർ വോട്ട് എതിർ പാർട്ടിക്ക് ചെയ്യുന്ന രീതിയിലാണ്. ഉദാഹരണത്തിന് വോട്ട് ചോർ ഗദ്ദാ ചോട്ട് എന്ന മുദ്രാവാക്യം ആർക്കെതിരായിട്ട് വിളിക്കുന്നത്? ഇന്ത്യ പ്രധാനമന്ത്രിക്കെതിരായിട്ടാണ്, ഇല്ലേ? അതുപോലെ നരച്ച മുടിയന്മാരെ പുറത്താക്കും എന്നുള്ളായിരുന്നു ഒരു മുദ്രാവാക്യം. ഇല്ല, ഈ തേജസ്വി യാദവ് ചെറുപ്പക്കാരനാണ്, അത് ശരിയാണ്. പക്ഷെ എന്ന് വെച്ച് നരച്ച മുടിയുള്ളവരെ പുറത്താക്കൂ എന്ന മുദ്രാവാക്യം അതൊക്കെ വലിയ സെൽഫ് ഗോളായിട്ട് മാറും. ചൌക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യം പോലെയും. അപ്പോൾ കാരണം വെച്ചാൽ വടക്കേന്ത്യയിലെ ആളുകൾ പ്രത്യേകിച്ച് മുതിർന്നവരെ ബഹുമാനിക്കുന്നവരാണ്. അവരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ കേട്ടാൽ അത് ജനങ്ങൾക്ക് സഹിക്കുകയില്ല. മാത്രമല്ല 20 കൊല്ലമായിട്ട് വലിയ കുഴപ്പമില്ലാതെ ഭരിക്കുന്ന നിതീഷ് കുമാറിനെ കുറിച്ചിട്ടാണ് ഈ മുദ്രാവാക്യം നരച്ച മുടിയുള്ളവരെ പുറത്താക്കൂ എന്ന് വിളിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വില പോവുകയില്ല. അതിലുപരി കഴിഞ്ഞ ദിവസം മനോരമയിൽ വായിച്ചതാണ്. മനോരമയിലായതുകൊണ്ട് അത് ശരിയായിരിക്കുമെന്ന് വിചാരിക്കും. കാരണം ഈ യാദവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇവരുടെ വിജയം ഉറപ്പാണ് എന്ന് വിചാരിച്ച് യാദവേതര സമുദായക്കാരെ പരിഹസിക്കുന്ന, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് നിന്നെയൊക്കെ ശരിയാക്കി കളയും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന റീലുകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതൊക്കെ ചെയ്താൽ ആളുകൾ എതിരാവില്ലേ? ആളുകൾ വെറുപ്പിച്ചു പരമാവധി. ഇനി വെറുപ്പിച്ചില്ലെങ്കിൽ പോലും ജയിക്കുമായിരുന്നില്ല. കാരണം തുല്യശക്തികൾ തമ്മിലുള്ള മത്സരമായിരുന്നില്ല. ഒരു കൂട്ടർ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ ശക്തിയിലാണ് നിന്നത്. ആ നിലയിലേക്ക് ഉയരാൻ മറ്റവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം അവരുടെ മുന്നണി ചെറുതായിരുന്നു, അവരുടെ ജനസ്വാധീനം കുറവായിരുന്നു, സമുദായ സ്വാധീനം കുറവായിരുന്നു, അവരുടെ പണം കുറവായിരുന്നു. അവർ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സാമുദായികമായിട്ടും ദുർബലമായി പോയ ഒരു മുന്നണിക്കെതിരെ, പ്രബലരുടെ മുന്നണി, അത് ഇന്ത്യ പ്രധാനമന്ത്രിയുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉള്ള വളരെ ശക്തമായ പ്രചരണം, മുൻകൂട്ടിയുള്ള ആസൂത്രണം, ഭാരതരത്നം മുതൽക്ക് മുദ്രാവാക്യം വരെ സകല കാര്യങ്ങളിലും അവർക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു. ആ മേധാവിത്വം അവർ അവസാനം വരെ നിലനിർത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഈ 4-3 ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് എത്തിയത്. അതിൽ അത്ഭുതകരമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് 4 സീറ്റിൽ അല്ലെങ്കിൽ 5 സീറ്റിൽ ഒതുങ്ങിയെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് ഒരു സമുദായത്തിൻ്റെയും പിന്തുണയില്ല. അവർ യാദവന്മാരുടെ പാർട്ടിയല്ല, കുർമികളുടെ പാർട്ടിയല്ല, മുസ്ലിങ്ങളുടെ പാർട്ടിയല്ല, ഭൂബിഹാറുകാരുടെ പാർട്ടിയല്ല, കായസ്ഥരുടെ പാർട്ടിയല്ല, ആരുടെയും പാർട്ടിയല്ല. ഈ 4 പേരെങ്ങനെ ജയിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. 4 പേരെങ്ങനെ ജയിച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇല്ലേ? മഹാത്മാഗാന്ധി സത്യാഗ്രഹ സമരം ആരംഭിച്ചത് ബീഹാറിലെ ചമ്പാരനിലാണ്. ബാബു രാജേന്ദ്ര പ്രസാദ്, ബാബു ജഗജീവൻ റാം, ഇങ്ങനെ ഗടാഗടിയന്മാരായിട്ടുള്ള എത്ര നേതാക്കന്മാർ ഉണ്ടായ സംസ്ഥാനമാണ് ബീഹാർ. അവിടെ ഈ 4 സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അതിന്റെ കാരണം ഈ പ്രധാനപ്പെട്ട ജാതി സംഭവങ്ങളൊക്കെ ഇവരെ ഒഴിവാക്കി എന്നുള്ളതാണ്. ഇപ്പൊ 4 പേര്, ബാക്കിയുള്ളവരെങ്ങനെ തോറ്റുന്നല്ലേ, 4 പേരെങ്ങനെ ജയിച്ചു എന്നുള്ളതിനെ പറ്റിയാണ് പഠിക്കുന്നത്. खत्म, बाय बाय, टाटा, गुड बाय, गया।